ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ കുഞ്ഞു മൊയ്തീൻ. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ചർച്ച് മിനിസ്ട്രി ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയായി തീരട്ടെ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം കർത്താവേ അടിയങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, അങ്ങയുടെ ദാസന് ഹല്ലേലൂയ കർത്താവ് നടത്തിയ വിധങ്ങളും അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങളുമൊക്കെയും സംസാരിപ്പാൻ ഈ പകൽക്കാലം അങ്ങയുടെ പാദപിടത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിനുള്ളില പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവേ ഹല്ലേലൂയ സംസാരിപ്പാനുള്ള എല്ലാ കൃപയും കർത്താവിൻ്റെ ദാസൻ്റെ നാവിന്മേൽ കൊടുക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമായി മാറുവാന്, ആത്മീക വർധനമായി മാറുവാന്, കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് പരിശുദ്ധ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ കർത്താവെ. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തന്നെ അതിനെല്ലാം കൺട്രോൾ ചെയ്താട്ടോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസനെ ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് അനുവദിച്ച് തരികയാണ്. കർത്താവിന്റെ ദാസന് ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശേഷാല സ്തോത്രം. ജോയിസ് ടി വിയിൽ ഇപ്രകാരം ഒരു അവസരം കർത്താവ് നൽകി തന്നല്ലോ. സ്തോത്രം. പ്രിയ കർദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർദാസി റേച്ചൽ മാത്യു, അതുപോലെ ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസി പരിചയപ്പെടുത്തിയതുപോലെ എന്റെ പേര് കുഞ്ഞു മൊയ്തീൻ. ഞാൻ വടക്കേ മലബാറിലാണ് ജനിച്ചു വളർന്നത്. തികച്ചും ഒരു യാഥാസ്ഥിക മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ച വളർന്ന ഒരു മതവിശ്വാസിയായി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. 1997 കാലഘട്ടം വരെയും ഞാനൊരു മതവിശ്വാസിയായി തന്നെ തുടർന്നു. എന്റെ 19ാമത്തെ വയസ്സിലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തേജസ്സുള്ള കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്റെ ബാല്യകാലം ഞാൻ പറയാം. എന്റെ മാതാപിതാക്കൾ, ഞങ്ങളുടെ വീട്ടിലെ 8 മക്കൾ, അത് ഏറ്റവും ഇളവനായി ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ സ്നേഹം അനുഭവിച്ച് ഞാൻ വളർന്നു. ചെറുപ്പത്തിലെ മതപഠനം ഞങ്ങളുടെ ജനിച്ച മതവിശ്വാസത്തോട് വളരെ കൂറുള്ളവനായി ഞാൻ ജീവിച്ചു. അങ്ങനെ കൃത്യമായി നമസ്കരിക്കുകയും മതകാര്യങ്ങളൊക്കെ ചെയ്യുകയും മദ്രസ പഠിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസാനന്തരം തുടർ പഠനത്തിനായിട്ട് ഞാൻ ഒരു അറബിക് സ്ഥാപനത്തിൽ, അറബിക് കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു 4ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് തേജസ്സുള്ള കർത്താവുമായിട്ട് എനിക്കൊരു അഭിമുഖം ലഭിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായിട്ട് ഒരു അഭിമുഖം ലഭിക്കുക എന്നുള്ളത് ഭാഗ്യകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ. 4ാം വർഷ വിദ്യാർത്ഥിയായ ഞങ്ങൾക്ക് 4 മണിക്ക് ശേഷം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ലഘുലേഖ, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു കൊച്ചു ബുക്ക് എന്റെ കയ്യിൽ കിട്ടുന്നത്. അതെന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭമാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ഇടയായി തീർന്നത് ആ ഒരൊറ്റ ലഘുലേഖയാണ്. എന്റെ 3 സുഹൃത്തുക്കളും അത് കീറിക്കളഞ്ഞപ്പോൾ ഞാൻ അത് സൂക്ഷിച്ചു വെച്ച് അത് വായിക്കുവാനിടയായി തീർന്നു. അതിനു മുമ്പ് യേശുവിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചുറ്റുപാടിൽ ക്രൈസ്തവർ കുറവാണ്.
വടക്കേ മലബാറിലെ അന്തരീക്ഷങ്ങൾ അറിയാമല്ലോ. ആ, അവിടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചും കൃത്യമായി പഠിച്ചും കൃത്യമായി പ്രാർത്ഥിച്ചും അറിവ് വർദ്ധിപ്പിക്കണേ എന്ന് ദൈവത്തോട് എപ്പോഴും അറിഞ്ഞ വെളിച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ നാളുകളിൽ യേശുവിന്റെ സ്നേഹം എന്നെ തേടി വന്നു. സകല മനുഷ്യനും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം അതിനിടയാക്കി എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്നൊരു വചനം ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേര് കൊണ്ട് തന്നെ മനസ്സിലായല്ലോ, കുഞ്ഞി മൊയ്തീൻ. അപ്പോ ഞാൻ അവിടെ പഠിക്കുന്നത് അറബി ഭാഷയാണ്. ഈ അറബി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടത് അറബിയാണ്. എന്റെ ഫീൽഡിൽ ഞാൻ മതമാണ് കൈകാര്യം ചെയ്തതുകൊണ്ട് അറബി പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അറബി ഭാഷയിൽ തന്നെ ഒരു വേദപുസ്തകം കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. എനിക്ക് ലഭിച്ച ലഘുലേഖയുടെ പുറകിൽ അറബിക്കിൽ തന്നെ ബൈബിൾ ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉറുദു, അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ ഞങ്ങൾ ബൈബിള് അയച്ചു കൊടുക്കും എന്നുള്ള പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ, എഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരോട് എനിക്ക് അറബിക് ബൈബിൾ ആവശ്യപ്പെടുന്നത്. ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും എന്റെ സിലബസ് അറബി ആയതുകൊണ്ട് എനിക്ക് അത് ഗ്രഹിപ്പാൻ എളുപ്പമായതുകൊണ്ട്, മറ്റൊന്ന് ഞാൻ ഇത് വായിക്കുന്നത് മറ്റാരും പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാനുള്ള ഒരു സൂത്രം കൂടി ആയിരുന്നു ഈ അറബി വേദപുസ്തകം ആവശ്യപ്പെടുന്നത്. ഈ തമ്പിയുടെ ഹൃദയം എന്ന ഈ ട്രാക്ട് വായിച്ചപ്പോൾ ദേവദാസൻ എന്തുവാണ് അങ്ങനെ ഇത്രയും ഒരു മതപഠനത്തിൽ നിൽക്കുന്ന ഒരു ദേവദാസൻ എങ്ങനെയാണ് കർത്താവിനോടുള്ള ഒരു ആകർഷണം ഉണ്ടായത്? അതിനെക്കുറിച്ച് പാസ്റ്ററിന് എന്തു പറയാൻ പറ്റും? അതിനകത്ത് തമ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ രൂപാന്തരം വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പല ചിത്രങ്ങളും കാണുന്നു. ആ ചിത്രത്തിൽ പലതരം ജീവികൾ അല്ലെങ്കിൽ അതിനെ സ്വഭാവങ്ങൾ എന്ന് പറയാം ഈ തമ്പിയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് തമ്പിയിൽ വലിയൊരു രൂപാന്തരം വരുന്നതായിട്ട് അതിന്റെ അവസാനത്തിൽ സ്വസ്ഥത പ്രാപിച്ച ഒരു തമ്പിയെ, അതൊരു കഥാപാത്രമാണ്, നമ്മൾ കാണുകയാണ്. അത് എങ്ങനെയാണ് ഇങ്ങനെ അകത്ത് ഒരു രൂപാന്തരം ഉണ്ടാക്കുന്നത്? ഞാൻ പഠിച്ച ഭാഷയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, അതിന് തസ്കിയത്ത് എന്ന് പറയും. അഥവാ ആത്മസംസ്കരണം. അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? എന്റെ അന്നത്തെ ഏറ്റവും വലിയ ചിന്ത അതായിരുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആത്മസംസ്കരണം പ്രാപിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബൈബിൾ ഭാഷയിൽ ബലപ്പെടണം. അത് അന്ന് എനിക്കാന്നും അറിയത്തില്ല. അങ്ങനെ ഈ രൂപാന്തരം വരുത്തിയത് യേശുവാണെന്ന് ആ പുസ്തകം പറയുന്നു. അന്നെന്റെ അറിവ് അതാണ്. എങ്കിൽ അങ്ങനെയുള്ള യേശുവിനെ ഒന്നറിയാൻ, ഞാൻ ഗ്രഹിച്ച, ഞാൻ കേട്ട യേശുവിനേക്കാൾ ഉപരി ഇതിൽ പറയുന്ന യേശുവിനെ അറിയാൻ എന്താണ് വഴി? അപ്പൊ അതിന് ബൈബിൾ വായിക്കണം. അങ്ങനെയാണ് കർത്താവനദാസിയെ ഞാൻ പറയട്ടെ, ഞാൻ യേശുവിനെ അറിയുവാൻ ഒരു മുഖാന്തരം ഉണ്ടാകും. അപ്പൊ ഞാൻ കത്തെഴുതി, എനിക്ക് പോസ്റ്റൽ വഴി വേദപുസ്തകം കിട്ടും. ഒരു ഗുണമുണ്ട്, ഇത് എന്റെ സിലബസിന്റെ കൂട്ടത്തിൽ വെച്ച് വായിച്ചാല് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാം. കാരണം എല്ലാം അറബിയിലാണല്ലോ ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ ഗ്രഹിച്ചൊന്നും ഒരാൾ വായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സക്കായി യേശുവിനെ കാണാൻ ശ്രമിച്ചതുപോലെ മുന്നോട്ടോടി കാട്ടത്തിയിൽ കയറി എനിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്റെ അനുഭവത്തിൽ ഇത് അനുഭവ സാക്ഷ്യമാണ്, പ്രസംഗമല്ലെങ്കിൽ ഒരു ചിന്ത പറഞ്ഞതാണ്. യേശു എങ്ങനെയുള്ളവരെന്നുള്ള കാണാനുള്ള ശ്രമത്തിൽ യേശു സക്കായിയെ കണ്ട താനായിരിക്കുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് സക്കായി വേഗത്തിൽ ഇറങ്ങി വരിക എന്ന് പറയുന്ന ഭാഗം നമുക്ക് ചിന്തനീയമാണ്. അതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി, അത് വായിക്കാൻ തുടങ്ങി. യോഹന്നാനും യേശുവുമായിട്ടുള്ള സംഭാഷണമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. തമ്പിയുടെ ഹൃദയത്തിലെ കാര്യങ്ങളുമായിട്ട് ഇതിന് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, വീണ്ടും ജനിക്കണമെന്ന്. ജീവിതത്തിൽ ആദ്യമായി വേദപുസ്തകം കാണുന്ന, ബൈബിള് കാണുന്ന ഒരു പക്ക മുഹമ്മദീയനായ എനിക്ക് ഒന്നും മനസ്സിലായി. എന്നാൽ 1-2 അധ്യായം വായിച്ചിട്ട് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു സംഭാഷണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പണ്ടും സംഭാഷണം ഇഷ്ടം, പ്രസംഗിക്കുകയും പ്രസംഗം പരിഭാഷപ്പെടുത്തുകയും ഭാഷ പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഗ്രാമറും ഘടനയും ഒക്കെ നിരീക്ഷിച്ച് നമ്മൾ വായിക്കും. അപ്പോ ഞാൻ ഇങ്ങനെ വായിച്ചു, പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് കാന ഇൻസാനും മിനൽ ഫരിസീൻ, പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
കാന വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ കാല സംഭവം. കാന ആയിരുന്നു, യക്കൂനു ആകും, കുൻ ആവുക. ഈ 3 സെന്റൻസ് നമ്മുടെ മനസ്സിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. അവ കഴിഞ്ഞ കാല സംഭവമാണ്. ഇനി അവിടെ വന്നത് ഒരു പുരുഷനാണ്. അതൊക്കെ ആ ഭാഷയുടെ പ്രത്യേകത പെട്ടെന്ന് അറിയാൻ കഴിയും. ചില ഭാഷകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഭാഷ പഠിക്കുമ്പോൾ ചില പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം, വീട് എന്ന് പറഞ്ഞ വീട്, കത്തി എന്ന് പറഞ്ഞ കത്തി. പക്ഷെ വീട് കത്തിന് ചേർത്ത് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ അർത്ഥമാണ്. അപ്പൊ ഭാഷ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ നിക്കോദിമോസ് യേശുവായിട്ടുള്ള സംഭാഷണം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം അതൊരു മതത്തിന്റെ കാര്യമല്ല, ഒരു പൊതുവായ കാര്യമാണ്. ഒരു പൊതുവായ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ ആരംഭിച്ച് നിത്യജീവനിലേക്ക് വരുന്ന ആ വിധം എന്നെ ആകർഷിച്ചു. നിക്കോദിമോസ് യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു എന്ന് വിളിക്കുന്നത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യേശുവിനെ കുറിച്ച് ആ കാലഘട്ടത്തിലെ ആളുകൾ മറ്റു പലതും വിളിക്കുമ്പോൾ, ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ, പണ്ഡിതനായ ജ്ഞാനിയായ നിക്കോദിമോസ് രാത്രിയിലെ സമയം വേർതിരിച്ച് അവിടെ വന്നിട്ട് അത് ചോദിക്കുന്നു. ആത്മീയ ദൂത് ഒത്തിരി പ്രകാശിക്കുന്നുണ്ട്. ഇത് പ്രസംഗമല്ലല്ലോ, അതിനകത്ത് ഒത്തിരി ചിന്തയുണ്ട് കേട്ടോ. പകൽ ഒത്തിരി തിരക്കാണെങ്കിലും രാത്രിയെങ്കിലും നമ്മൾ ഉടയ തമ്പുരാന്റെ അടുക്കലൊന്ന് ചെല്ലാൻ തയ്യാറായാൽ അവിടെ നമ്മെ ഉപയോഗിക്കുന്ന ഒരു യേശുവാണ്, നമ്മളെ സ്തുതി മാറ്റുന്ന യേശുവാണെന്ന് വലിയ ചിന്ത വരുന്നുണ്ട്. ഹല്ലേലൂയ. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ, ലൈല് രാത്രിയാണ്, നഹാറ് പകലാണ്. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. ആ ചോദ്യവും സംസാരവും എന്നെ ചിന്തിപ്പിച്ചു. യേശുവിനെ ഗുരുവായിട്ട് അദ്ദേഹം അംഗീകരിച്ചു. ഇദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണെന്ന് സാക്ഷാൽ കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുന്നു. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇതൊന്നും അറിയുന്നില്ലയോ? വളരെ ജനഗാംഭീര്യമുള്ള സംസാരമാണ്. അവിടെ മറ്റൊരു ചിന്ത, യേശു എപ്പോഴും അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം അവൻ അധികാരമുള്ളവനാണ്. അങ്ങനെ ഉയരത്തിൽ ജനിക്കുക എന്ന സബ്ജക്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചു. എങ്ങനെ വീണ്ടും ജനിക്കാം, എന്താണ് വീണ്ടും ജന്മം, ഇത് മനസ്സിലാക്കാത്ത, പഠിക്കാത്ത, ചിന്തിക്കാത്ത, മതം പഠിച്ച് മതത്തിന്റെ ആചാരങ്ങളിൽ ജീവിക്കുന്ന എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അവിടെയാണ് അറിവിന്റെ ആരംഭം, അറിവിന്റെ തുടക്കം. ഈ മറ്റൊന്ന്, ആ ഭാഗം വായിച്ച് ഒരു മനുഷ്യൻ മൃതനായ ശേഷം എങ്ങനെ വീണ്ടും ജനിക്കും എന്നുള്ളതിനെ ചിന്തിപ്പിച്ചു. അവൻ ഉമ്മയുടെ ഉദരത്തിൽ പോയി പിന്നെ ജനിക്കാൻ കഴിയുമോ എന്ന ആ നിക്കോദിമോസിന്റെ ആ ലളിതമായ ചോദ്യം, അക്ഷരാർത്ഥത്തിലെ ഗ്രഹിച്ചുള്ള ചോദ്യവും യേശുവിന്റെ ആത്മതലത്തിലുള്ള മറുപടിയും എന്നെ ഒത്തിരി ചിന്തിപ്പാടെയായി. നിക്കോദിമോസ് പണ്ഡിതനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും അക്ഷരാർത്ഥത്തിലുള്ള വീക്ഷണത്തിലാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആ ജനനം മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ യുംകിനുൽ ഇൻസാനു അൻ യൂലദ വഹുവ ശൈഖുൻ അലഅല്ലഹു യഖ്ദിറു ഫീ ബത്നി ഉമ്മിഹി സാനിയം വയൂലദ. ഒരു മനുഷ്യൻ രണ്ടാമത് എങ്ങനെ ജനിക്കും? അങ്ങനെ യേശു പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തില് നിക്കോദിമോസ് മുന്നോട്ട് പോകുന്നു ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് എന്റെ ചിന്ത ഞാൻ അവിടെ നിർത്തട്ടെ. അങ്ങനെ ആ അധ്യായം വായിച്ച് ഞാൻ കിടന്നുറങ്ങാൻ പോയി. തുടർന്ന് ചില ദിവസങ്ങളിൽ ഞാൻ വേദപുസ്തകം വായിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള വാക്യം എന്റെ ഹൃദയത്തിൽ ശക്തമായി ക്രിയ ചെയ്യാൻ തുടങ്ങി. ഓർക്കുക, ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷമാണ്. എനിക്ക് തിരുവെഴുത്തെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്നെ ഒത്തിരി സ്വാധീനിച്ച തിരുവെഴുത്തുകൾ യോഹന്നാന്റെ സുവിശേഷ ഭാഗങ്ങളാണ്. യേശു ആരാണ്, യേശു എന്തിനു വന്നു, യേശു ആലയെ കുറിച്ച് ആഴത്തിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ എനിക്ക് തന്നത് അന്ന് എനിക്ക് ലഭ്യമായ ആ സുവിശേഷ ഭാഗമാണ്. ഒരു ചിന്ത ഞാൻ പറയട്ടെ, നാം തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്ന പക്ഷം നാം ആത്മീയമായി വളരുവാനിടയായിത്തീരും, നാം മടങ്ങി വരുവാനിടയായിത്തീരും. ശരിയായ രീതിയിൽ വ്യാഖ്യാനം വന്നാൽ വലിയ മടങ്ങിവരവുണ്ടാകും. യേശു തന്നെ നമുക്ക് പൊരുൾ തിരിച്ചു തരും. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് ഉടയ തമ്പുരാൻ പൊരുൾ തിരിച്ചു കൊടുക്കുകയും അവർ മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിച്ചാലും, സങ്കീർത്തനം വായിച്ചാലും, മോശയുടെ ന്യായപ്രമാണം വായിച്ചാലും അതിന്റെ കാതലായ യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് മനുഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, തിരുവെഴുത്ത് എന്ത് പറയുന്നു? മറ്റൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? അങ്ങനെയാണ് എന്റെ സത്യവിശ്വാസത്തിലെ ആദ്യത്തെ ചുവടുവെപ്പുണ്ടാകുന്നത്. ചേർത്ത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്ന അറബിക്ക് ഹക്ക് എന്ന് പറയുന്ന സത്യമാണ്, നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ വായന മുന്നോട്ട് പോയി. രാത്രിയിൽ എനിക്ക് ചില ദർശനങ്ങൾ ഉണ്ടാകാനിടയായത്. ഞാൻ ഇത് തന്നെ ചിന്തിച്ച് കിടന്നുറങ്ങിയതുകൊണ്ടാണ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തൊട്ടുണർത്തുകയാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ,
ഒരു കാര്യം ചിന്തിച്ച് കിടന്നുറങ്ങി അതുപോലെ കാണുമെന്ന്. അതല്ലായിരുന്നു കേട്ടോ, അതല്ലായിരുന്നു. യേശു എന്നെ സന്ദർശിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ പ്രസ്താവിക്കുന്ന സാക്ഷ്യം ആത്മീക വർധനവിനും ദൈവനാമഹത്തിനും മാത്രമാണ്. ഇതുകൊണ്ട് ആരെയും വിമർശിക്കാനോ ആരെയും മുറിപ്പെടുത്താനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദർശനം എന്ന് പറയുമ്പോൾ ദേവദാസിന് പറയാൻ പറ്റുമോ? ദർശനം കണ്ടത് എങ്ങനെയാണ്? രാത്രിയിൽ ശക്തമായ പ്രകാശം ഒഴുകി വരുന്നു. ആ പ്രകാശത്തോടെ ക്രൂര മൃഗങ്ങളും ശക്തമായ ജലപ്രവാഹവും വരുന്നു. അതെല്ലാം സൈഡിലോട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരം ഇങ്ങനെ വെളിപ്പെട്ട് വന്നിട്ട് ലാ തഖഫ് എന്ന് ഞാൻ ശക്തമായ ചെവിയിൽ കേട്ടു. ഭയപ്പെടേണ്ട, ഇന്നകാന്തമായി ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്നുള്ള ഒരു ചിന്ത. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന ഒരു വാക്യം, ഒരു വെളിപ്പാട് എനിക്ക് വരികയാണ്. എനിക്കത്ര അന്ന് അറിയത്തില്ല. പിന്നീട് ഞാൻ 23-ാം സങ്കീർത്തനം വായിച്ചപ്പോഴാണ് ഇന്നകാന്തമായി നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ള വെളിപ്പാട് എനിക്ക് വന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്നൊരു ശബ്ദം കേട്ടു. ഒരു വശത്ത് യേശു കർത്താവിന്റെ സ്നേഹത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു, മറുവശത്ത് മതത്തിന്റെ ശക്തമായ വേലിക്കെട്ടുകൾ. പിന്നീടുള്ള ദിവസങ്ങൾ ആകെ ചിന്താ കുഴപ്പത്തിലായ നാളുകളായിരുന്നു. പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞ 1 വർഷം കൂടി കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ചെയ്ത് വരാം. ആ 4-ാം വർഷം കഴിഞ്ഞ് 5-ാം വർഷം ആരംഭിച്ച ടൈമിലൊക്കെയും ഒരു 6-7 മാസക്കാലം ഇങ്ങനെ കടന്നു പോകാനായിട്ടിടയായി തീർന്നു. യാന്ത്രികമായി ചില പ്രാർത്ഥനകളും കർമ്മങ്ങളും ചെയ്യുമ്പോഴും യേശു എന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പുതിയ നിയമത്തിന്റെ ഭാഗങ്ങൾ പലതും അപ്പോഴേക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ തുടർമാനമായി വായിക്കുന്നതിനിടക്ക് ഈ പുസ്തകം അവിടെ പ്രസിദ്ധമാകുകയും എന്റെ ചില പ്രിയപ്പെട്ടവർ അത് അറിയിക്കുകയും ആ വേദപുസ്തകം പിടിക്കപ്പെടുകയും എനിക്ക് മുന്നോട്ട് അവിടെ നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഞാൻ അത്രമാത്രം പറഞ്ഞ അധ്യായം ക്ലോസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മതപഠനം അവസാനിക്കുകയും എന്നെ സത്യാന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഈ വീണ്ടും ജനിക്കുക, പുതിയ സൃഷ്ടിയാകുക എന്ന ചിന്ത എന്റെ മനസ്സിൽ വല്ലാതെ കിടന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് സത്യാന്വേഷണത്തോടുള്ള ബന്ധത്തിൽ ഒരു ചർച്ചല കടന്നു ചെല്ലുന്നത്. അങ്ങനെ ആ ചർച്ചല് ഞാൻ കടന്നു ചെല്ലുകയും യേശുവിനെ അറിയാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അവിടെ നിന്ന് യേശു ആരാണ് എന്ന് ആദ്യത്തെ പ്രഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 2-ാമത്തെ പ്രഭാഷണത്തിൽ കുറെ കൂടി ആഴത്തിൽ യേശുവിനെ കുറിച്ച് ഗ്രഹിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ ആദ്യത്തെ സഭായോഗത്തിൽ ചെന്നപ്പോൾ ഇന്നുവരെ ഓർക്കുന്നു, അത് 46-ാം സങ്കീർത്തനം അന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ കഷ്ടങ്ങളിൽ കൂടി പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവം എന്ന് കേൾക്കുന്നത് എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത തുണയാണ്. ഓർക്കണം, യാതൊരു സാധ്യതകളും ഇല്ലാതെ പ്രതിസന്ധിക്കകത്ത്, പ്രതികൂലത്തിനകത്തും ഞെരുക്കത്തിനകത്ത് ശക്തിയേറിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒറ്റപ്പെട്ട അനുഭവത്തിലുള്ള ഒരാളോട് ആശ്വാസത്തിന്റെ വചനം പറയുകയാണ്. ദൈവാത്മാവ് ഇടപെടുകയാണ്, വചനം ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ സങ്കേതമാണ്, ബലമാണ്. ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്തൊന്നും കൂട്ടായ്മയില്ല. ഞാൻ ആദ്യമായി കടന്നു ചെന്ന കൂട്ടായ്മയിൽ ഞാൻ ആദ്യം കേൾക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന ഭാഗം എന്നെ സ്വാധീനിച്ചു. അവിടെ നിന്ന് ഒരു ഫുൾ പുതിയ നിയമം മലയാളം എനിക്ക് ലഭ്യമാകാൻ ഇടയായി തീർന്നു. ഞാൻ എന്റെ വായന ആരംഭിച്ചു. അന്ന് എനിക്ക് നാട്ടിൽ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മതപഠനം അവസാനിച്ചിരിക്കുകയാണ്. മതപഠനം അവസാനിച്ചതിനും ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ട്. എന്നാലും എനിക്ക് നാട്ടിൽ നിൽക്കാൻ അന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ രഹസ്യമായി തിരുവെഴുത്തുകൾ വായിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പുതിയ സുവിശേഷങ്ങൾ മുഴുവനും വായിച്ചത് ഒരു കശ്മാവിന് താഴെ കല്ലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വിശുദ്ധ തിരുവെഴുത്തുകളുമായിട്ടാണ്. ആ തിരുവെഴുത്തുകളെ ഒത്തിരി സ്വാധീനപ്പെടുകയാകുന്നു. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. എന്നാൽ തുടർമാനമായി ഞാൻ സൺഡേ വർഷിപ്പിന് പോകുന്നത് നാട്ടിലറിഞ്ഞ് വീട്ടിനകത്ത് വലിയ കുളിലക്കം ഉണ്ടായി. ഞാൻ വ്യക്തികളെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സ്ഥലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ പ്രശ്നങ്ങളുണ്ടായി നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ എനിക്ക് പാലായനം ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് എനിക്ക് ശരീരത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടതിനാൽ വീട്ടിൽ തുടരാൻ പറ്റാതെ വരികയും അന്ന് രാത്രിയിൽ ഞാൻ ആ പ്രിയപ്പെട്ട എന്റെ ആത്മീയ സുഹൃത്തുക്കളെ ഞാൻ ഈ കാര്യങ്ങൾ അറിയിക്കുകയും
അവർ എനിക്ക് ഒരു സങ്കേതം അന്വേഷിച്ചുകൊണ്ട്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്ന് ഞാൻ ആദ്യത്തെ സഭായോഗത്തിൽ കേട്ടത്. ദൈവം എനിക്ക് സങ്കേതം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ എത്തിപ്പെടാൻ വളരെ പ്രയാസമുണ്ടായി. ഹല്ലേലൂയ. സങ്കേതമാകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെ എന്റെ 20ാമത്തെ വയസ്സിന്റെ ആരംഭത്തിൽ ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു ഓർഫനേജിൽ എനിക്കൊരു അഭയം ലഭിക്കുകയും അവിടുത്തെ അന്തേവാസിയായി മാറുകയും ചെയ്തു. ഓർക്കുക, 15 വയസ്സ് മുതൽ മതം പഠിക്കാൻ തുടങ്ങി. 19ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടെത്തുവാനിടയായി തീർന്നു. 19ാമത്തെ വയസ്സ് അവസാനം ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ കഴിച്ചുകൂട്ടി. 20ാമത്തെ വയസ്സിന്റെ ആരംഭത്തിൽ ഞാൻ ഓർഫനേജ് അന്തേവാസിയായി. നാടും വീടും ഒക്കെ എനിക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്റെ പിതാവ് അതിനു മുമ്പ് ലോകത്ത് മാറ്റപ്പെട്ടിരുന്നു. എന്റെ മാതാവും സഹോദരന്മാരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മാതാവ് പിന്നീടാണ് മരിച്ചത്. നാട്ടിൽ വലിയ പ്രതികൂലം ഉണ്ടായി. പൗരോഹിത്യത്തിന് പഠിക്കാനായിട്ട് പോയ ഒരാള് മറ്റൊരു ആശയത്തിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലം നമുക്കറിയാമല്ലോ. അതും 24 വർഷം മുമ്പ് ഇത്രമാത്രം പരിഷ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത, സോഷ്യൽ മീഡിയ വന്നിട്ടില്ലാത്ത, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആ നാളുകളിൽ ഞാൻ വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. പക്ഷേ കർത്താവ് എന്നോട് കൂടിയിരുന്നു. കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു. നാട്ടിൽ ജീവന ഭീഷണി വന്നപ്പോഴാണ് ഞാൻ പാരായണം ചെയ്തപ്പോൾ. എന്നാൽ പല സ്ഥലത്തും വിളിച്ചിട്ട് എനിക്കൊരു അഭയം കിട്ടിയില്ല. അവസാനം അങ്കമാലിയിലെ ആഴകം എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്മാനുവേൽ ഓർഫനേജിൽ അനുഗ്രഹീത കർദാസൻ വർഗീസ് തുടിയൻ പാസ്റ്റർ മാലിസ് ആന്റിയും ആ കുടുംബം എനിക്കൊരു അഭയം തന്നു. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും. ഞാൻ ആ സ്ഥാപനവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ പടി അവിടെ നിന്നാണ് ഞാൻ ആരംഭിച്ചത്. ഞാൻ അവിടെ വെച്ചാണ് ജ്ഞാനപ്പെട്ടത്. എന്റെ മാതാപിതാക്കളെ സ്ഥാനത്ത് പാസ്റ്റർ വർഗീസ് തുടിയനും മാലിസ് ആന്റിയും നിലകൊണ്ടു. അവിടെ എനിക്ക് അഭയം ലഭിച്ചു. അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടെ ഞാൻ വളരാൻ തുടങ്ങി. ഞാൻ ആദ്യം പഠിച്ച പാട്ട് സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, ഈ ആഹാരം തന്ന നിൻ കൃപയ്ക്കായി സ്തോത്രമേശുവേ എന്നുള്ള പാട്ടാണ്. 2 നേരത്തിൽ വൈകിട്ടും രാവിലെയും പാടി പ്രാർത്ഥിപ്പാൻ സ്വാതന്ത്ര്യം ഉണ്ടായി. വേദപുസ്തകം വായിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി. അവിടെ വെച്ച് വിശുദ്ധ തിരുവെഴുത്തുകളെ ആഴത്തിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസജ്ഞാനം സത്യമാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ടാകുകയും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ട്, രക്ഷാനിർണയം പ്രാപിച്ചിട്ട്, കർത്താവിന്റെ കൽപ്പനയും അപ്പോസ്തലിക ഉപദേശവുമായ സ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇതാ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്, കർത്താവിന്റെ ആലോചനയാണ്, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അത് ദൈവമക്കള് അനുഷ്ഠിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസനോട് പറയുകയും ആ പ്രിയ കുടുംബം എനിക്ക് സ്നാനപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒരു ഓർഫനേജിൽ അന്തേവാസിയായിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ വെച്ച് യേശുവിനെ ജനത്തിൽ സാക്ഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. 1997 നവംബർ 17 വെള്ളിയാഴ്ച രാത്രിയിലാണ് ഞാൻ എന്റെ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്. സുവിശേഷം വായിച്ച് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ വഴി സത്യവും ജീവമാണെന്ന് ബോധ്യം വന്നപ്പോൾ അന്ന് രാത്രി എനിക്ക് രക്ഷാപാതയം ചെലുത്തരാൻ ആരുമില്ലെങ്കിലും ഞാൻ അവിടെ വെച്ച എന്റെ എളിയ അറിവിൽ നിന്നുകൊണ്ട് യേശുവേ അവിടുത്തെ മകനായി എന്നെ സ്വീകരിക്കണമേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ, എന്നെ അവിടുത്തെ മകനായി സ്വീകരിക്കണമേ, എന്റെ പാപത്തിനു വേണ്ടി അവിടുത്തെ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് അതേ സഭയെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അധരം തുറന്ന് ഏറ്റു പറഞ്ഞു. അവിടെ ആരും എനിക്ക് രക്ഷാവാദം ചെലുത്താനുണ്ടായിരുന്നില്ല. അത് ചെയ്ത് 3-ാമത്തെ ദിവസം എനിക്ക് ശക്തമായ പ്രതികൂലം ഉണ്ടായി. ഓർക്കുക, ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ശത്രു ശക്തമായി പോരാടുമെന്നൊരു വലിയ വെളിപ്പാട് ഈ സാക്ഷ്യത്തോട് ചേർന്ന് ഞാൻ പറയട്ടെ. 3 തരത്തിൽ ദൈവത്തിനെതിരെ യുദ്ധമുണ്ട്. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. 3 തരത്തിൽ ശക്തമായ പോരാട്ടത്തെ ആത്മീകരും ദൈവജനം നേരിടേണ്ടി വരും. 1 ആരാധനയുള്ള ബന്ധത്തിൽ, 2 തലമുറയോടുള്ള ബന്ധത്തിൽ, 3 വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. ജീവനെ കൈപ്പാക്കുന്ന, ആരാധിക്കാൻ വിട്ടയക്കാതിരിക്കുന്ന, തലമുറകളെ കൊല്ലുന്ന, തൊഴിൽ മേഖലകളിൽ ജീവനെ കൈപ്പാക്കുന്ന എത്ര യുദ്ധങ്ങളാണ് ദൈവത്തിന്റെ നേരെ ഉള്ളത്. എന്നാൽ
സർവകൃപാലുവായ ദൈവം എന്നെ പരിപാലിപ്പാനിടയായി. യേശു ആർക്കും കിടക്കാരനല്ല. യേശു നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ സഹായിക്കും. അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ഈ 27 വർഷത്തിനിപ്പുറം എനിക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും, എന്റെ യേശു വിശ്വസ്തനാണ്, എന്റെ യേശു നടത്താൻ ശക്തനാണ്, എന്റെ യേശു സകലത്തിലും മതിയായവനാണ്. ഞാൻ എന്റെ പഠിച്ച ഭാഷയിൽ ഇങ്ങനെ പറയും, യേശു അൽ മസീഹ യക്ഫി, അവൻ എനിക്ക് മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു മതിയായവൻ. കർത്താവ് മുന്നോട്ട് നടത്തുകയായിരുന്നു. നാട്ടില് അന്വേഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നെങ്കിലും എന്നെ കാണാതെ വണ്ണം കർത്താവ് സൂക്ഷിച്ചു. പിന്നത്തേതിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോകാനിടയായി തീർന്നു. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ എന്നോട് ഓർപ്പിച്ചുണർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ സ്ഥാപനത്തിൽ ഞാൻ സ്വസ്ഥതയോടും സ്വാതന്ത്ര്യത്തോടും കർത്താവിനെ ആരാധിക്കുകയും അവിടെ വെച്ച വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ച ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാടിയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ചിന്ത ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കുന്നത്, മാളിക മുറിയുടെ അനുഭവം പ്രാപിക്കുന്നത് ഒരു വലിയ ബലമാണ്. രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്, സ്നാനമേൽക്കുന്ന ഒരു അനുഭവമാണ്, അഭിഷേകം പ്രാപിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശക്തിയോടെ നമ്മെ നിറക്കും, നമ്മെ സാക്ഷിയാക്കുവാൻ അവൻ ബലപ്പെടുത്തും. അവിടത്തെ ആത്മാവ് നമ്മെ നിറച്ച് നടത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതെന്റെ വിശ്വാസത്തിന്റെ ആരംഭം. നാട്ടിലെ പ്രതികൂലങ്ങൾ, ഭീഷണികൾ, പ്രശ്നങ്ങൾ, യുദ്ധസമാന അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടായി. 99 ഡിസംബർ രാത്രിയിൽ എന്നെ ഓർഫയിൽ കൊണ്ടുവിട്ടപ്പോൾ എന്റെ ആത്മീയ സഹോദരൻ, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു, എന്നെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബസ് ഫെയർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ 20 രൂപയുണ്ട്. ആ 20 രൂപ എന്റെ കയ്യിൽ തന്നു. ബ്രദറെ, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരുവാൻ ഈ 20 രൂപ ബാക്കിയുണ്ട്. എനിക്ക് റിട്ടേൺ പോകാനുള്ള കാശ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്ന യേശു എന്ന് പറയുന്ന മഹാദൈവം നിങ്ങൾക്ക് സകലവും തരുവാൻ നിങ്ങൾ നിറവായി ശക്തനാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് വിശുദ്ധ ചുംബനം ചെയ്തത് ഈ 27 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മറന്നിട്ടില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വീടും നാട് വിട്ട് ഓർഫയിൽ ഒറ്റപ്പെട്ട അനുഭവം പോലെ തോന്നി. പക്ഷെ ഒറ്റപ്പെട്ടത് അനുഭവിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ കൂടെ ഇരുന്നു. യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവകൃപ, ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവകൃപ, കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവകൃപ എന്നെ നടത്തി എന്നുള്ളതല്ലാതെ ഇന്ന് പകൽ എനിക്കൊന്നും പറയുവാനില്ല. പ്രൈസ് ദി ലോർഡ്. സർവകൃപാലുവായ ദൈവം ജയോത്സവമായി നടത്തി. ആവശ്യങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രശ്നങ്ങളിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലും എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ ഒരു സമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് അപ്പോസ്തലൻ പറയും, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ചോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ 2 വരി ഇങ്ങനെ പാടാൻ ആഗ്രഹിക്കുക. ഭക്തന്മാരാം സഹോദരേ, വിളക്കുപോൽ കൂടെയുണ്ട്. ഭക്തന്മാരാം സഹോദരേ, വിളക്കുപോൽ കൂടെയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലിന്റെ അപ്പമുണ്ട്. ഭക്തന്മാരായ ദൈവമക്കളായ സഹോദരർ വിളക്ക് പോലെ കൂടെ നിന്നു. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ജീവിതവും പണിതുകൊണ്ടേയിരുന്നു. വേറൊരു പണിയും അറിയാത്ത, വേറൊരു കാര്യവും അറിയാത്ത ഞാൻ വിശ്വാസത്താൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓർഫയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് യാത്ര ചെയ്യേണ്ട ഒരു കാര്യം വന്നു. ദൈവം നടത്തിയ ഒരു വഴി ഞാൻ പറയട്ടെ. ആ യാത്രയിൽ എന്റെ സഭായോഗം കൂടി ചേർക്കപ്പെട്ടു. കൃത്യം 10 മണിക്ക് കുന്നംകുളത്തെത്തിയ ഞാന് സഭായോഗത്തിന്റെ സ്ഥലം അന്വേഷിച്ചു. പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചപ്പോൾ ലുധിയായെ കണ്ടെത്തിയതുപോലെ ഞാൻ സ്ഥലം അന്വേഷിച്ച് കുന്നംകുളത്ത് വന്നപ്പോൾ അവിടെ UPF കൺവെൻഷൻ നടക്കുന്നു. കൺവെൻഷനിലെ പാട്ട് പാടി അവസാനിക്കാനായ സമയത്ത് ഞാനും ചെന്ന് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ തുടങ്ങി. ആരാധന കഴിഞ്ഞു, സങ്കീർത്തന മെസ്സേജ് കഴിഞ്ഞു. അനുഗ്രഹീത പ്രഭാഷകൻ, ലോകപ്രസിദ്ധനായ ഉണർവ് പ്രാസംഗികൻ പാസ്റ്റർ ജെയിംസ് ജോർജ് പത്തനാപുരം തന്റെ പ്രഭാഷണം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് അതുവരെ അദ്ദേഹത്തെ പരിചയമില്ല. ഒരു ഉണർവ് പ്രാസംഗിനും പരിചയമില്ലാത്ത, ഒരു പ്രാസംഗിനും പരിചയമില്ലാത്ത എന്റെ ബാല്യകാലം ഓർഫനേജിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യാത്രയിലാണ്. ഞാൻ ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചു. പ്രസംഗത്തിൽ കർത്താവിദാസൻ അഭിഷേകത്തോടെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ദൂത് വെളിപ്പെട്ടു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചിന്ത ഞാൻ പറയട്ടെ, വചനത്തിനകത്ത് വെളിപ്പാടുകളുണ്ട്, വചനത്തിന് ജീവനുണ്ട്, വചനത്തിന് ചൈതന്യമുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. അതിങ്ങനെ പ്രവഹിച്ച് വെളിപ്പെടാൻ തുടങ്ങും. അനുഗ്രഹീത കർദാസൻ അന്നെടുത്ത കുറുവാക്കിയ യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന് ഇഷ്ടം ചെയ്യാതിരിക്കുന്നവൻ വളരെ അടികൊള്ളുമെന്നുള്ള മെസ്സേജ് ആയിരുന്നു. ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ആർ നമുക്ക് വേണ്ടി പോകും, ആരെ അയക്കണ്ടു എന്നുള്ള സുവിശേഷ വേലയുടെ ശക്തമായ ദൂത് മുഴങ്ങി. വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ആ മീറ്റിംഗിലുണ്ടായി. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവ സാന്നിധ്യം ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീത ദൈവദാസൻ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. ശക്തമായി പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, സമർപ്പിക്കുക. ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു. എന്റെ ചെവിയിൽ അത് ശക്തമായി മുഴങ്ങി. ആത്മാവിന്റെ അന്തരംഗത്തിൽ പറഞ്ഞു, നീ എഴുന്നേറ്റ് മുന്നോട്ട് ചെന്ന് സമർപ്പിക്കുക. ഞാൻ എന്റെ വേലയ്ക്കായി നിന്നെ വിളിച്ചു വേർതിരിക്കുന്നു. അനുഗ്രഹീത പ്രഭാഷകൻ ഫസ്റ്റ് ജെയിംസ് ജോർജ് പത്തനാപുരം സാറിന്റെ ആ ഒരു ശുശ്രൂഷയിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ പൂർണ്ണമായി സമർപ്പിച്ചത്. ഇപ്പൊ ഞാൻ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. 1, രക്ഷാനിർണയം പ്രാപിക്കുന്നത്. 2, സ്നാനപ്പെടുന്നത്. 3, അഭിഷേകത്തിൽ നിറയുന്നത്. 4, ദൈവവേലയ്ക്കായിട്ട് വിളി ഉണ്ടാകുന്നു. ഈ 4 വ്യക്തമായ അനുഭവങ്ങൾ ജീവനുള്ള ദൈവം എന്നിൽ കൂടി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കർത്തൃവേലക്കാരനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൃപയാ, എനിക്കൊന്നും പ്രശംസിപ്പാനില്ല, കൃപയാ. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നത്, അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും സ്വതവേ എടുക്കാനൊക്കത്തില്ല. ഇനി സ്വതവേ പ്രാപ്തിയുണ്ടോ? സ്വതവേ പ്രാപ്തിയൊന്നും ആർക്കുമില്ല. ഞങ്ങളിൽ നിന്ന് വരുന്നത് പോലെ സ്വയമായിട്ട് വല്ലതും പറയാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. യൂറോപ്പിനെ മുഴുവൻ ഇളക്കി മറിച്ച, ലോകവ്യാപകമായി സുവിശേഷം അറിയിച്ച അഭിഷക്തൻ പറയുകയാണ്, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ആര്? യേശു ഞങ്ങളെ സ്തോത്രം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തനാക്കി. ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങളെ ജയിപ്പാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം, നിന്റെ പ്രതിസന്ധിയെ മറികടക്കാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പേരാണ് തേജസ്സുള്ള കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ വെച്ച ഞാന് കർത്താവേ, എന്റെ ഒരു ആയുസ്, എന്റെ ഒരു ജീവിതം, ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ വേലയ്ക്കായി സമർപ്പിക്കുന്നു പറഞ്ഞ ആ അഭിഷക്തന് മുമ്പിൽ വെച്ച പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. ഈ 27ാമത്തെ വർഷത്തിൽ ഞാൻ പറയട്ടെ, ആ തീരുമാനം നിൽപ്പാൻ സ്വർഗീയ പിതാവ് എനിക്ക് കൃപ തന്നു, കൃപ തന്നു, കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രസംഗം അത്ര ഹൃദ്യമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹവും വലിയ ആത്മപകർച്ചയും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അനേക ആത്മാവിൽ നിറഞ്ഞ ശക്തിയോടെ ദൈവത്തിൽ സമർപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടലുണ്ടായി. ആഴത്തിൽ നിന്ന് നിലവിളി അദ്ദേഹം വിശദീകരിച്ചിട്ട് വിവിധ ഭാഷകളുടെ ആളുകളെ പേരൊക്കെ വിളിച്ചിട്ട്, ഇവരൊക്കെയും ഹല്ലേലൂയ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് എങ്ങനെ നിഷ്ക്രിയനായി ഇരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകത്തോടെ ആത്മനിറവോടെ അന്യഭാഷ അടയോളത്തോടെ വന്നിട്ട് എന്നിൽ നിറഞ്ഞെന്നെ ബലപ്പെടുത്തി, എഴുന്നേറ്റ് സമർപ്പിക്ക, എഴുന്നേറ്റ് സമർപ്പിക്ക എന്ന ശബ്ദം മുഴങ്ങി. ഞാൻ ഈ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട. ഇനി യെരൂശലേമിലേക്കുള്ള യാത്രയല്ലാതെ, കൂട്ടായ്മ അനുഭവത്തിലേക്കുള്ള യാത്രയല്ലാതെ കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരുന്നാലും പുറകോട്ടില്ല എന്ന് അവിടെ വെച്ച് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, സർവകൃപാലുവായ ദൈവം ഇന്നുവരെയും അങ്ങനെ നിൽപ്പാൻ കൃപ നൽകി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്നെ ശുശ്രൂഷ കേൾക്കണമെന്ന് എനിക്കുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നിർത്തുന്നുവല്ലോ. പിന്നീട് ദൈവവചനം പഠിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ആഴകത്തെ ആ സ്ഥാപനത്തിലെ പഠനത്തിന് ശേഷം
അനുഗ്രഹീത പ്രഭാഷകനായ ജെയിംസ് ജോർജ് പത്തനാപുരം സാറിന്റെ ബൈബിൾ കോളേജിൽ ഞാൻ ദൈവവചനം പഠിച്ചു. അദ്ദേഹം കുടുംബം എന്നെ സ്നേഹിച്ചു, എന്നെ സ്വന്തത്തെ പോലെ കൈക്കൊണ്ടു, എനിക്ക് അഭയം നൽകി. ആഴമേറിയ ആത്മീയ മൂല്യങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളും എന്നെ പഠിപ്പിച്ച, എന്നെ ഇതുപോലെ സ്വാധീനിച്ച ഒരു വ്യക്തിയില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് ഇന്നും ഹരമാണ്. യേശുവിന്റെ വചനം ചേർത്ത് അദ്ദേഹം പഠിപ്പിച്ചു, ജീവിതം കൊണ്ടും ലക്ഷ്യം കൊണ്ടും ദൈവത്തിന് പ്രസാദമുള്ളവനായിരിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് മാത്രം പോരാ, നമ്മുടെ ലക്ഷ്യം കൊണ്ടും നാം ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കണം. മൂല്യാധിഷ്ഠിതമായ ജീവിതം ചെയ്യണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സകല മീറ്റിങ്ങുകൾ എനിക്ക് അവസരം തന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്റെ ആത്മീയ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ പഠനം കഴിഞ്ഞു, ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. അവിടെ ഞാനൊന്ന് നിർത്തി പറയട്ടെ, എന്റെ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു സഹോദരിയെ തന്നെ ദൈവം എനിക്കായിട്ട് ഒരുക്കി. ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. മീഡിയക്കാരല്ല കണ്ടത്, ദൈവമാ കണ്ടത്. അവരെ തക്ക തുണ ദൈവം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അന്വേഷണത്തിൽ 1-2 മാരേജിന്റെ കാര്യങ്ങൾ വന്നു. മൂന്നാമത് വന്നു ഷാഹിന എന്ന് പറയുന്ന ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു സഹോദരിയുമായിട്ട് 2003 ഞാൻ കുടുംബജീവിതം ആരംഭിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഒരു ചിന്ത ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും. കാരണം യേശു വിശ്വസ്തനാണ്, അവൻ നടത്തി തരുവാൻ കഴിവുള്ളവരാണ്. അവിടുത്തെ കാര്യങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏറെ പഠിച്ച കർത്താവിന് പേരെയുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കർത്താവിന് വേല ചെയ്യുന്നു. ഈ വേലയോടുള്ള ബന്ധത്തിൽ പലതരം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചു. അത് സ്വാഭാവികം മാത്രമാണ്. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. പൗലോസ് പറയുന്നു, സഭകളെ കുറിച്ചുള്ള ഭാരം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഇതെല്ലാം ഉണ്ടായി. എന്നാൽ തന്നെ നിർത്തിയ ദൈവം എന്നെയും നിർത്തി. പഴയ നിയമം നാം പഠിക്കുമ്പോൾ യോഗങ്ങളിൽ ഏറ്റവും വലിയ ലീഡറായ ലക്ഷക്കണക്കിന് ആളുകളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശ, നമുക്കറിയാം പാളയത്തിൽ എന്നും പിറുവിറുപ്പാണ്, പാളയത്തിൽ കലഹമാണ്, പാളയത്തിൽ തമ്മിലടിയുണ്ട്, ഗ്രൂപ്പിസമുണ്ട്, വഴക്കുണ്ട്. എന്നാൽ മോശ എന്ന ഒരുവൻ നിന്നത് എങ്ങനെയെന്നറിയാമോ? അവൻ പർവ്വതത്തിൽ കണ്ട തേജസ്സാണ് അവൻ നിർത്തിയത്. അവൻ പർവ്വതത്തിൽ കേട്ട ശബ്ദമാണ് അവൻ നിർത്തിയത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, കർത്തദാസനെ, ദൈവവേലക്കാരെ, പ്രതികൂലങ്ങൾ നിങ്ങളെ അകറ്റുന്നുവോ? പ്രയാസങ്ങൾ നിങ്ങളെ അലോസരപ്പെടുന്നുവോ? നിങ്ങൾ സംഘർഷത്തിൽ കടന്നു പോകുന്നുവോ? ഇതാ നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങളെ ബലപ്പെടുത്തുക. മോശ ഒരിക്കൽ സമ്മർദ്ദം കാരണം ഉടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവം എഴുതിയ കൽപ്പനക ഉടച്ചു കളഞ്ഞു. എന്നാൽ ദൈവം കൃപാലുവായ ദൈവം പിന്നെയും പറയുകയാണ്, മോശയോട് ദൈവം പറയുന്നു, നീ മുമ്പിലത്തെ പോലെ കൽപ്പനകൾ ചെത്തിക്കൊണ്ട് പർവ്വതത്തിൽ എന്റെ മുമ്പാകെ കയറി വരിക. ഞാൻ നിനക്ക് എഴുത്തരാ ഒരു ദൂത് ഞാൻ പറയട്ടെ. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, പ്രതികൂലത്തിനകത്ത്, കഷ്ടതയ്ക്കകത്ത് ശുശ്രൂഷ ഉടച്ചു കളഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇതാ പറയുന്നു, അവിടെ നിന്ന് പുതുക്കി തരുവാൻ കരുണയുള്ളവനാണ്. അവിടെ നെടുമ്പാട് വിടുക. ഹല്ലേലൂയ. അവർ അവനെ കോപിപ്പിച്ചു, അവൻ അറിയാതെ അവിവേകം സംസാരിച്ചു പോയി എന്ന് സംഗീതക്കാരൻ പറയുന്നു. സമ്മർദ്ദത്തിനകത്തായി മോശ, പക്ഷെ ഉടയതമ്പുരാൻ കൈവിട്ടില്ല. നമ്മുടെ സമ്മർദ്ദത്തിൽ, നമ്മുടെ പ്രതികൂലത്തിൽ അത് നാം പൊടിയാണെന്നറിയുന്ന നമ്മെ കൈവിടാത്തൊരേശു. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്രൂരനായ, ദൂരെ ഇരിക്കുന്ന ഒരു രാജാതിരാജാവല്ല, മറിച്ച് ഇമ്മാനുവേലായ, അടുത്തു വരുന്ന, സ്നേഹിക്കുന്ന, സംസാരിക്കുന്ന, മക്കളാക്കി തീർക്കുന്ന, അവകാശങ്ങൾ തരുന്ന സ്നേഹവാനായ പിതാവായിട്ട് ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞു. ആളുകൾ വിമർശിക്കുന്നത് പോലെ, ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ഭൗതിക ലാഭമോ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യമോ അല്ല. ആഴമേറെ ദൈവസ്നേഹമാണ് എന്നെ ഈ കൃപയിലേക്ക് ആകർഷിച്ചത്. ഇതിന് പുറകിൽ ഭൗതികതയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നേഹം നാം രുചിച്ചറിയുമ്പോൾ നാം യേശുവിനെ അനുഗമിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താണ്. ഹല്ലേലൂയ. അങ്ങനെ കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് തലമുറകളെ തന്നു. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളുണ്ട്. അലക്സ്, അലൻ എന്നാണ് അവരുടെ 2 മക്കളുണ്ട്. അവരുടെ പേര് അലക്സ്, അലൻ എന്നാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേലയിൽ ഞങ്ങൾ മുന്നോട്ട് വന്നു. കഴിഞ്ഞ 1 വർഷം വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി.
സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ പറ്റാതെ ജീവച്ഛവം പോലെ ഞാൻ ആയിത്തീർന്നു. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് സ്വർഗീയ പിതാവിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പൗരുഷൻ ടി വി ഉൾപ്പെടെ പ്രാർത്ഥിച്ചു. 2023 സെപ്റ്റംബറിൽ രാത്രി 1 മണിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ മരണത്തോളമായി പോയി. 10 ദിവസം ICUവിൽ കിടന്നു. സംസാരിക്കാൻ കഴിയാതെ വന്നു. മുഖം ഒരു വശത്തോട് ചെരിഞ്ഞു പോയി. ഒരു സൈഡ് ആകെ തളർന്നു. ഇനി പുറത്തു വരികയില്ല. 3-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറഞ്ഞു. ദാവീദ് പറഞ്ഞില്ലേ? പക്ഷെ അടുത്ത വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം കൊലകയും എന്റെ തല ഉയർത്തുവാനുമാകുന്നു. ഹല്ലേലൂയ. ശക്തമായ ട്രീറ്റ്മെന്റ് ഉണ്ടായി. ദൈവദിനം ലോകവ്യാപകമായി പ്രാർത്ഥിച്ചു. പൗരുഷൻ ടിവിയിൽ പ്രാർത്ഥിച്ചു. വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചു. കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. പ്രിയപ്പെട്ടവര്, 1.5 വർഷം കഴിയാതെ ഒന്നും പറയാനൊക്കത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ എന്റെ ജീവിതത്തിൽ 9 മാസമായപ്പോഴേക്ക് വടി പിടിച്ച് നടക്കുവാനും 12ാമത്തെ മാസത്തിൽ ഞാൻ സ്വന്തമായി നടക്കുവാനും ടു-വീലർ ഓടിപ്പാനുള്ള ആരോഗ്യം കൃപയാൽ യേശുവിലേക്ക് തന്നു. ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഞാൻ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? അതെ, അവൻ അസാധാരണതയ എന്റെ ജീവിതത്തിൽ കാണിച്ചു. പ്രാർത്ഥിക്കണമേ ഒരു അസാധാരണതയ വെളിപ്പെടുവാൻ. വെലിത്ത ദ്വീപിൽ വെച്ച് പൗലോസിന് ഒരു അസാധാരണതയെ വെളിപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്കകത്ത് അസാധാരണമായ ദയ വെളിപ്പെടുത്തുന്ന യേശു ജീവിക്കുന്നു. ശൂന്യത മാറ്റുന്ന യേശു ജീവിക്കുന്നു. സ്ട്രോക്ക് വന്നപ്പോൾ ഞാൻ വല്ലാതെ സമ്മർദ്ദത്തിലായി. BP കൂടി, സംസാരിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യയും മക്കളും വളരെ ദിവസം പ്രാർത്ഥിച്ചു. ഓർമ്മയില്ലാത്ത 10 ദിവസം ദിവാസന്മാര് വന്നു പോകുന്നു. സംസാരിക്കുന്നത് തിരിയുന്നില്ല. ആളുകൾ അറിയുന്നില്ല. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. വൈദ്യശാസ്ത്രം ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കയിൽ ഒരഭിഷക്തൻ എന്റെ തലയിൽ കൈവച്ച് ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ പറഞ്ഞു, നീ പറക്കും, നീ കയറും, കുതിച്ചുയരും, നീ രാജ്യങ്ങളിൽ യാത്ര ചെയ്യും, നിനക്ക് ശുശ്രൂഷയുണ്ടെന്ന്. ഞാൻ ഇന്നും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നയാളാണ്. കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നയാളാണ്. അതെന്റെ ജീവിതത്തിൽ നിറവേറി. ഷാരോൺ ചർച്ച് വളരെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താദാസൻ പാസ്റ്റർ അഭിലാഷ് എന്റെ പ്രതിസന്ധിയിൽ എന്നെ കാണാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ താൻ ആത്മനിർവലായ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് അറബി ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, എഴുന്നേൽക്ക്, കുതിച്ചുപോയ പറക്കുക എന്ന് പറഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സംസാരിക്കത്തക്ക രീതിയിലും അതിലുപരി വലിയൊരു മാറ്റ ജീവിതത്തിൽ വെളിപ്പെട്ടു. പക്ഷേ ആ ദൂത് എത്ര വലുതാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ യാത്ര ചെയ്ത് ഷാർജയിൽ ശുശ്രൂഷിച്ച് മടങ്ങി വന്നു. ഷാർജയിലെ പ്രിയപ്പെട്ടവരാണ് പ്രിയാന്റിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്പർ കൊടുത്തത്. കർത്താവ് വിശ്വസ്തനാണ്. അവർ പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്, നീ പറക്കും, കുതിച്ചുയരും, നീ യാത്ര ചെയ്യും, നീ രാജ്യങ്ങളിൽ പോകുമെന്ന്. കർത്താവനദാസന്റെ സ്നേഹിതനാണ്. വളരെയധികം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ അഭിലാഷ് KK. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിന്റെ അഭിഷക്തന്മാരിൽ കൂടി വ്യാപരിക്കപ്പെട്ട ദൈവകൃപയാൽ ദൈവനെ മുന്നോട്ട് നടത്തുവാനായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അങ്ങനെ ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. 2 മാസം ക്ഷേമത്തോടെ യാത്ര ചെയ്ത് അബുദാബിയിലും ഷാർജയിലും ഇതിനിടയിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ 10 ദിവസം കഴിഞ്ഞോളം മടങ്ങി വന്നിട്ട് അവിടെ ഫെലോഷിപ്പിൽ ആരാധന കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു പ്രിയപ്പെട്ടവര് പ്രിയാന്റിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നു, പ്രിയപ്പെട്ട ഞാൻ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. കുടുംബമായി കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം, ഉപജീവനം, കർത്താവിന്റെ വേല, ഇതെല്ലാം യേശു നടത്തുവടിയായി തീർന്നു. പ്രഭാതയാമത്തിൽ സ്തോത്രം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് തീരുമാനമുണ്ട്. പ്രഭാതയാമത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ നല്ലതായ ഒരു പ്രഭാതത്തെ എനിക്ക് ദാനം ചെയ്യണമേ. പ്രഭാതയാമത്തിൽ ദൈവം മേഘത്തിൽ കൂടി നോക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ ഒരു വചന വെളിപ്പാട് വെച്ച് പ്രഭാതയാമത്തിൽ മേഘത്തിൽ കൂടി നോക്കിയിട്ട് ശത്രുവിന്റെ രഥചക്രങ്ങൾ താറുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ ഇതുവരെയും വ്യാപരിച്ചോ എന്നെ നിർത്തുവാണിയായി തീർന്നു. ആ ഒരൊറ്റ വാക്യം വെച്ച്
എന്ന് ഞാൻ സ്തോത്രം ചെയ്യും. പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, ഞെരുക്കം ഉണ്ടാകും. മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിടുവിക്കും. അതെ, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ആദിപിതാക്കന്മാരോട് കൂടിയിരുന്ന ദൈവം, ആ ദൈവം എന്നെ നടത്തി എന്നല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. പ്രഷറിനെ നിയന്ത്രിക്കുന്ന, ഷുഗറിനെ നിയന്ത്രിക്കുന്ന, ശരീരത്തിന്റെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സകലത്തെയും ഞാൻ പഠിച്ച ഭാഷയിൽ പറഞ്ഞാൽ തദ്ബീർ അഥവാ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവന്റെ അധികാരം കണ്ടിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഇവന് അധികാരത്തോടെ ചെയ്ത് ഇതുപോലെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പുരോഹിതന്മാരയച്ച ആളുകൾ മടങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു, ആ മനുഷ്യൻ അധികാരത്തോടെ സംസാരിക്കുന്നു. പഴയ നിയമത്തിൽ അധികാരമുള്ള ഏലിയാവ് പോലും യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ ഞാൻ പറയട്ടെ, യേശു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന് അധികാരമുണ്ട്, യേശുവിൽ ശക്തിയുണ്ട്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ടാണ് അവിടെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ ഏകസ്വര ശരീരത്തോട് അനുഭവമാക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എഴുതി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരം വെളിപ്പെട്ട് അനുകൂലമായി വന്നു, ദൈവ ശുശ്രൂഷകൾ തന്നു, രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നടത്തിയ കർത്താവ് വിശ്വസ്തൻ. ഇന്ന് ഈ വൈകിയ വളരെ ശ്രദ്ധ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലാണോ, ദുഃഖത്തിലാണോ, ഏതെങ്കിലും പ്രശ്നങ്ങളെ അലട്ടുന്നുവോ, നിങ്ങൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ കണ്ടത് ശരി തന്നെ, എങ്കിലും എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം വെച്ച് പ്രാർത്ഥിക്കൂ, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കൂ. വചനം നിവർത്തിക്കേണ്ട ദൈവം ജാഗരിച്ചു കൊണ്ടേയിരിക്കും. വചനം വെച്ച് പ്രാർത്ഥിക്കുക. അന്യനായ പൗലോസ് പറഞ്ഞു, എനിക്ക് വിശാലവും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. 3 യോഗ്യത പൗലോസിനുണ്ടായിരുന്നു വാതിലും വഴിയും തുറക്കാൻ. ഒന്ന്, ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ അരുളിച്ചതുപോലെ വിശ്വസിക്കുന്നു. ആരും സഹായിപ്പാനില്ലാത്ത എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ വന്നിട്ടുണ്ട്, എല്ലാവരും കൂടി സമ്മർദ്ദനാക്കുന്ന അനുഭവം വന്നിട്ടുണ്ട്, ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ട്. പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ താൻ അനുഭവിച്ചല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ദേവദാസനെ വിവരിക്കാൻ പറ്റുമെങ്കിൽ വിവരിച്ചാട്ടോ. ആ അനുഭവത്തിൽ ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് ലഭിച്ച വചന വെളിപ്പാടിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാനിയായിത്തീർന്നു. സൂര്യനെ ചതഞ്ഞ് കാണാത്ത 14 രാത്രി കടന്നു പോയപ്പോൾ ധന്യനായ പൗലോസ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ ഉടയനുമായ ദൈവത്തിന്റെ ദൂതൻ രാത്രി എന്റെ അടുക്കൽ വന്നു, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇതെടുത്ത് താനിങ്ങനെ അവസാനിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൽ എന്നോട് അരുളിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ നീ കണ്ട വെളിപ്പാട് നീ വിശ്വസിക്കുക, നീ കേട്ട ദൂത് നീ ഏറ്റെടുക്കുക. ദൈവം നിനക്ക് വഴി തുറക്കും. എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളാ ദൈവത്തിൽ. ഒട്ടും പ്രാർത്ഥിച്ചിട്ട് ഭേദമാകാത്ത ഒരു കുഞ്ഞ്, നിർത്താതെ കരഞ്ഞ് അസ്വസ്ഥമാക്കുന്ന ഒരു കുഞ്ഞ്, ട്രീറ്റ്മെന്റ് ഫെയിലായി മടക്കിയ ഒരു കുഞ്ഞന ഒരിക്കൽ എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഞങ്ങൾ കുന്നുകുളത്തായിരിക്കും. ഞാൻ ഒരു നിയോഗത്തിൽ ഞാൻ ആത്മനിറവോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചിട്ട് അന്യഭാഷയിൽ ഞാൻ പറയാൻ തുടങ്ങി, പുറപ്പെട്ടു പോവുക, മിൻകുല്ലി സൂഇൻ, എല്ലാ ദോഷങ്ങളും, മറവിൻ, എല്ലാ രോഗങ്ങളും, ഐനിൻ, എല്ലാ കണ്ണുകളും, സിഹറിൻ, എല്ലാ ആഭിചാരങ്ങളും, ഒറ്റ ഭാഷയിൽ ഞാൻ അറബിയിലെന്ന് പറഞ്ഞു. ഈ ശക്തമായ ആത്മനിറവിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ആ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവന് മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി. ആ ഒരു ഭൗതിക കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, 2 വർഷത്തെ വാടക ആ കുടുംബം കംപ്ലീറ്റ് കൊടുക്കുവാനുള്ള ആഗ്രഹമുണ്ടായി. ഞാൻ ഭൗതിക തലം പറഞ്ഞതല്ല, ഒരു അനുഭവം പറഞ്ഞതാ. ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ശുശ്രൂഷയിലൂടെ വിശാലത വരുന്നൊരു ദൈവം. ആമേൻ. മെതിക്കുന്ന കാലത്ത് മുഖക്കെട്ട കൊട്ടരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷ വേലക്കാരന് സുവിശേഷത്തിൽ കൂടി വഴിയുണ്ടാക്കും. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ ചോദ്യങ്ങളും വെല്ലുവിളികളും ഒരുപാട് നേരിട്ടിട്ടുണ്ട്. യേശു ദൈവമാണോ? ബാക്കി ഞാൻ പറയുന്നില്ല, ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ചോദ്യമാണ്. ഈ ബൈബിളിൽ എവിടെയാണ് യേശു ദൈവമാണെന്ന്? തിരിച്ചെന്റെ ചോദ്യം, ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏത് വാക്യത്തിലാണ് യേശു ദൈവമല്ല എന്ന് വരുന്നത്? കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ
വിരുന്നൊക്കെ ക്ഷണിച്ചെങ്കിലും ശീമോൻ പറഞ്ഞൊരു കാര്യം, ഹല്ലേലൂയ, ഇവൻ കേവലം ഒരു പ്രവാചകനെങ്കിലും ആണെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് അറിയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഓർക്കണമേ, ദൈവിക ജ്ഞാനം വെളിപ്പെടുന്നത് കണ്ടോ? ഹൃദയത്തിലുള്ളത് മറ്റാർക്കെങ്കിലും അറിയാൻ കഴിയുമോ? ഇല്ല. എന്നാൽ യേശു ഹൃദയങ്ങൾ അറിയുന്നവനാണ്. ഉടനെ യേശു പറഞ്ഞ, ശീമോനെ ഒന്ന് പറഞ്ഞോട്ടെ. അവിടെ ഇങ്ങനെ പരിശുദ്ധാത്മ അവൻ അങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഹൃദയങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും അറിയുന്ന, നിയന്ത്രിക്കുന്ന ദൈവമാണ്. തെളിയുന്നില്ലേ? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദൈവമായ എന്നേക്കും ആമേൻ, വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. വാക്യം തന്നെ തെളിവുണ്ട്. എല്ലാ വാക്യത്തിലും ദൈവത്വം കാണാം. മരണത്തിന്മേലുള്ള അധികാരങ്ങളെ കാണാം. ഹല്ലേലൂയ. കടലിന്മേലുള്ള ബഹർ എന്ന് പറഞ്ഞ കടലിൽ അധികാരം കാണാം. ആമേൻ. അവൻ അമർ ചെയ്യുമ്പോൾ, കൽപ്പിക്കുമ്പോൾ വലിയ ശാന്തതയുണ്ടാകും. വലിയ നില തള്ളിക്കേറുന്നു. യേശു കൽപ്പിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടാകുന്നു. തിരുവെഴുത്ത് നന്നായി ശ്രദ്ധിച്ചാൽ എല്ലാ വാക്യത്തിലും യേശുവിനെ കാണാം. അവിടെ യേശു ഒരു മിസാൽ പറഞ്ഞു, ശിമോനെ, ഒരുവന് ഹംസ ദിർഹമും ഒരുവന് ഹംസൂനം 500 ദിർഹം 50 ദിർഹം കടപ്പെട്ട മിസാല് പറഞ്ഞിട്ട് പറഞ്ഞു, ആരാണ് അധികം ടാക്സ് പറയുക? ശിവൻ പറഞ്ഞു, അധികം ചീട്ടിയൻ തന്നെ. അപ്പൊ ആ സ്ത്രീ ആരാണെന്ന് യേശുവിന് അറിയാം. ശിവന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്ന് അറിയാം. യേശു ദൈവമാണെന്ന് തിരുവെഴുത്താണ് എന്നെ പഠിപ്പിച്ചത്. ആളുകൾ എന്നെ കുറിച്ച് പറയുന്ന അപവാദം, ക്രിസ്തീയ മിഷണറിമാർ അവനെ സ്വാധീനിച്ചു, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അല്ല പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മിഷണറിമാരല്ല, പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിച്ചത്. തിരുവെഴുത്താണ് എന്നെ പഠിപ്പിച്ചത് യേശു ദൈവമാണെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. ക്രിസ്തീയ മിഷണറിമാർ സ്വാധീനിച്ചു, ക്രിസ്തീയ മിഷണറിമാർ പണം കൊടുത്തു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. തിരുവെഴുത്താണ് എന്നെ പഠിപ്പിച്ചത്, പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിച്ചത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെടുക്ക വരികയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആരും യേശുവിനെ കർത്താവ് എന്ന് പറയുന്നില്ല. ഇതങ്ങനെ മറിക്കുന്ന ഒന്നല്ല. ഇത് ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ ഭാഗത്തിൽ ജീവനുള്ളത് കൊണ്ട് അതങ്ങ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ മരിച്ച പാപിയായ ജീവൻ പ്രാപിച്ച് അവനെ അനുഗമിക്കുമെന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുന്നു, ജീവിതത്തെ കെട്ടുപണി ചെയ്യപ്പെടുന്നു, ആത്മനിർഭര ജീവിതം തരുന്നു, വിശുദ്ധിയെ നയിപ്പാൻ ജയിക്കാൻ കഴിയാത്ത മതവിശ്വാസത്തിലായിരുന്നപ്പോൾ ജയിപ്പാൻ കഴിയാത്ത ജയം എനിക്ക് വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ കഴിയുന്നു. അത് പരിശുദ്ധാത്മാവ് തരുന്ന ജയമാണ്. അനേക തോൽവികൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അക്ഷരിക മാത്രമല്ല, ആത്മതലത്തിൽ പഠിച്ചാൽ. എന്നാൽ തോറ്റിരിക്കുന്ന ചില മണ്ഡലങ്ങളെ ജയിപ്പാൻ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകിയിട്ട് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജയകരമായ ജീവിതത്തിന് സഹായിച്ചു. ഹല്ലേലൂയ. ആർക്കാണ് വിശാലമായ വഴി തുറക്കുന്നതിന്റെ അനുഭവം ഞാൻ പറയട്ടെ. 1, അരുളി ചെയ്തതുപോലെ വിശ്വസിക്കുക. 2, പ്രാണനെ വിലയേറിയതായി എണ്ണാതിരിക്കുക. 3, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടായിരിക്കുക. പൗലോസിന് ഈ ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ന് ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇതാ നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ വന്നാൽ ആശ്വാസം പ്രാപിപ്പാൻ കഴിയും, ശക്തി ലഭിപ്പാൻ കഴിയും. നിങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജയം നൽകുവാൻ യേശു മതിയായവനാണ്. കഴിഞ്ഞ 27 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളെ സകലത്തിനും യേശു മതിയായവനാണ്. സകലത്തിലും യേശു മതിയായവനാണ്. കുടുംബജീവിതത്തിൽ ആരംഭിച്ചു, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം സേവിച്ചു. എന്റെ മകൻ അലക്സ്, അവന് 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ അലൻ +2 പഠിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഷറഫ് ചർച്ചിന് ഞങ്ങൾക്കൊരു പ്രവർത്തനം ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടതിൽ ഞങ്ങളുടെ വേല മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ മധ്യ വെളിപ്പെടുകയും ആത്മാക്കളെ തരികയും സ്നാനങ്ങൾ നടക്കുകയും ഈ വേല വിശാലമായി മുന്നോട്ട് പോകുവാനൊക്കെ കർത്താവ് ഇടയാക്കി തീർത്തു. എങ്ങനെ, എന്ത് എന്നൊക്കെ ചോദ്യത്തിന് മുമ്പിൽ എന്നെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നാൾതോറും ന്യായമായ ആവശ്യങ്ങൾ നടത്തുന്നത് ജയത്തോടെ യേശു നടത്തുന്നു. അതുകൊണ്ട് എനിക്കും കോരേപുത്രന്മാരെ പോലെ പറയാൻ കഴിയും, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം
തിരുനിവാസത്തിലെ ആത്മീയ അനുഭവം എത്ര വലുതാണ്. ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ നല്ലതെന്ന് അവർ പറഞ്ഞെങ്കിൽ, പുതിയ വിശ്വാസിയെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവവേദനയെ നമ്മുടെ പുതിയ ജീവിതം എത്ര അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എന്റെ വൈഫിന്റെ പേര് ഷാഹിന, എന്റെ മക്കള് മൂത്തയാള് അലക്സ്, രണ്ടാമത്തെ ആള് അലൻ. ഞങ്ങൾ കൊടുങ്ങലിൽ കർത്താവിന് പേരുള്ള ബന്ധനായിരിക്കുന്നു. പലതരം പ്രതികൂലങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, ഇതിലൊക്കെ കടന്നു പോയപ്പോഴും യേശു ഞങ്ങളെ കരം പിടിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നടത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ 23-ാം സങ്കീർത്തനം യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സങ്കീർത്തനം എന്നും എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവഴുത്തിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. തിരുവഴുത്തിന്റെ പല ഭാഗങ്ങളും ഞാൻ എന്റെ ഇഷ്ടഭാഷയിൽ കാണാതെ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ ഹൃദ്യമാണ്, എനിക്ക് ഇഷ്ടമാണ്. ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഒന്നും ഇല്ലെങ്കിലും ഞാൻ ചെറുപ്പത്തിലേ അത് പഠിച്ചത് കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. മരണത്തിന്റെ താഴ്വരയിൽ കൂടി നാം കടന്നുപോയാലും അതെ, ഒരു ഷെറും ഒരു അനർത്ഥവും നീ ഭയപ്പെടുകയില്ല. ഇന്നകാന്തമായി നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അസാക്കാനിന്റെ വടിയും നിന്റെ കോലും ഹുമ, അത് രണ്ടും എന്നെ ആശ്വസിപ്പിക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, ഞാൻ 23-ാം സങ്കീർത്തനമാണ് പറഞ്ഞത്. ഭാഷ അറബിയാണെന്ന് മാത്രം. ഇംഗ്ലീഷിലുള്ളതുപോലെ മലയാളത്തിലുള്ളതുപോലെ അറബിയിലും ശുദ്ധ വേദപുസ്തകമുണ്ട്. അതിനോട് ചേർന്ന് ഞാൻ ചിന്ത പറയട്ടെ, തിരുവഴുത്തല്ലാതെ ഒന്നും പറയാൻ ദൈവം നമ്മെ അനുവദിക്കില്ല. ശുശ്രൂഷയും തിരുവഴുത്തല്ലാതെ, ദൈവവചനമല്ലാതെ മറ്റൊന്നും നാം ഉപയോഗിക്കരുത്. കാരണം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ വകയില്ലാത്ത ദാസനായിരിക്കും. കെട്ടുകഥ പറയുന്ന കാലം വരുമെന്ന് പരിശുദ്ധ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതെ, അവസാനം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഇന്നമ തീർച്ചയായിട്ടും നന്മയും കരുണയും അത് രണ്ടും എന്നെ പിന്തുടരും. ഞാൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നല്ല പരിപാടി. അടുത്ത വാക്യം ഇങ്ങനെയാ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് നന്മയുണ്ടായത്, നമുക്ക് അനുഗ്രഹം ഉണ്ടായത്, നമുക്ക് സൗഖ്യം കിട്ടിയത്, നമുക്കെല്ലാം ദൈവം തന്നത് ആലയത്തിൽ പ്രയോജനപ്പെടാനാണ്, വേലയിൽ പ്രയോജനപ്പെടാനാണ്, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാനാണ്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. വിദേശമുള്ള കർത്താവ് ഇതുവരെ നടത്തി. ഇന്ന് ഏകദേശം 49 വയസ്സിന്റെ അടുത്ത് എനിക്ക് പ്രായമുണ്ട്. എന്റെ 20-ാമത്തെ വയസ്സില് 2000 ഫെബ്രുവരിയില് ഞാൻ ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട നാളിതുവരെയും കർത്താവ് നടത്തി പരിപാടിയായിരുന്നു. ഓരോ നിമിഷവും കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് അവിടെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ജോയ്സ് ടിവിയിൽ ഇപ്രകാരം ഒരു അവസരം എനിക്ക് തന്ന കർത്താവിന്റെ ദാസി റേച്ചൽ മാത്യു കുടുംബം, മറ്റേ പ്രിയപ്പെട്ട ദൈവമക്കളോട് യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഓക്കേ, താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിൻ്റെതായ ആ ഒരു ശബ്ദം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസനോട് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ, വയ്യാതെ ശാരീരിക അസ്വസ്ഥയാൽ തളർന്നു കിടന്നപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ, നിന്നെ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ അയക്കുമെന്നുള്ള ആ വാഗ്ദത്തം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസനോട് നിവർത്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ പ്രവൃത്തിയും ദൈവദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളുമൊക്കെ കേൾക്കുവാൻ നമ്മൾക്ക് സഹായിച്ചു. അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസന് 1 മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങ് നടത്തിയ വിധങ്ങൾ നിന്റെ ജനവുമായി ഷെയർ ചെയ്യുവാനായി തീർന്നല്ലോ. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അനേകർക്ക് ആത്മീക വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഞങ്ങളുടെ ശുശ്രൂഷകൾ പിന്നെയും കാരണമാകണ്ടായി പ്രാർത്ഥിക്കുന്നു. ജോസിനെയും എന്നെ പുറകിലാത്തവനെയും ബലപ്പെടുത്തുന്നതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തുന്നു. കൃപധാരാളമായി പിന്നെയും പകരം ശുശ്രൂഷിപ്പാൻ പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവനാമ മോഹത്തിനാക്കിയ സകലവും തീർക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ഓക്കേ പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ.